അപ്പം എല്ലാവർക്കും നമസ്കാരം. സമയം ഏകദേശം 12:30 മറ്റോ ആയിട്ടുണ്ട്. 12:34. അന്നേരം എനിക്ക് കുറച്ച് സാധനങ്ങൾ അയക്കാനുണ്ടായിരുന്നു. പാക്ക് ചെയ്ത് വെച്ചേക്കോ, നേരത്തെ എടുത്ത് കൊറിയർ കവറിലിട്ടിട്ട് അയച്ചാൽ മതിയായിരുന്നു. ചെറിയൊരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ല. നമ്മുടെ തോട്ടിലെ സൗണ്ടാണ്, തോട്ടിലെ വെള്ളം വീഴുന്നതിൻ്റെ ഒച്ചയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് സംസാരിക്കാനുണ്ട്. നാളെ പകൽ പറയാമെന്ന് വെച്ചാൽ അതിനുള്ള സമയം കിട്ടൂലേ. എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടോ? പൊള്ളിയിട്ടത് പൊട്ടിയതാണേ, കാണുന്നില്ലേ? ഇവിടെ കൈ വെച്ചിട്ട് ഈ പണിയെടുത്തെടുത്തേ അത് പൊള്ളിയത് കൊമളിച്ചങ്ങ് പൊട്ടി. ഈ വിരലിൻ്റെ അറ്റത്തുമുണ്ട്, കണ്ട? കാണാമെന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമ്മളെ സുഖവിവരം അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. അമ്മയുടെ കാര്യം പറഞ്ഞ് ഒത്തിരി കോൾ വരുന്നു, ഒരുപാട് കമൻറ്റുകൾ വരുന്നു. ഇത് ആരെയും വഴക്കുണ്ടാക്കാനോ അല്ലെ ഒരു മോശം പറയാനോ അല്ലെ ഒരു നെഗറ്റീവ് കമൻറ്റിനെ പറ്റി ഒന്നിനെ പറ്റി പറയാനല്ല. നമുക്കൊരുപാട് നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നൊന്നായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല, അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പേരെങ്കിലും നമ്മുടെ കാര്യത്തിൽ വല്ലാണ്ട് അവർ പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. അത് അവരുടെ വീട്ടിലൊരു സംഭവം നടന്ന പോലെ അവർക്കൊരു ടെൻഷനോ അല്ലെ ഒരു ചിന്തയോ ഉണ്ട്. അങ്ങനെയുള്ളവരോട് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ചില തെറ്റിദ്ധാരണകളുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്ന്, അമ്മയ്ക്കിപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അമ്മ ഓക്കെയാണ്. അമ്മ ഓക്കെ ആയി വരുന്നു. നേരത്തെ ഉള്ളതിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യക്കുറവുണ്ട്, പക്ഷേ മാനസികമായിട്ട് അമ്മ ഒരുപാട് മാറ്റമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഓരോ ദിവസവും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ പ്രധാനമായി കണ്ടെന്ന് ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, ഈ സോഡിയം കുറയുക, ഓർമ്മക്കുറവ്. എത്ര പേരാ മെസ്സേജ് അയച്ച് പറഞ്ഞേക്കുന്നത് അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ, അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെ ആരുടെയും പരിചയത്തിലുള്ള ആൾക്കാരുടെ അല്ലെ സ്വന്തം അനുഭവം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിളിച്ച് ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ കമൻറ്റിൽ തന്നെ ഒരുപാട് പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശരിക്കും സോഡിയം കുറയുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അനുഭവത്തിൽ വരുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് അറിയുന്നത്. അപ്പോൾ പലരും പറഞ്ഞു എന്താണ് നാരങ്ങാ വെള്ളം കൊടുക്കണം, കരിക്കും വെള്ളം കൊടുക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയ്ക്ക് ഉപ്പുമാവ് മാത്രമായിട്ട് അമ്മ കഴിക്കുന്ന കണ്ടപ്പോൾ കുറേ കമൻറ്റുകൾ കണ്ടു. ഇതെന്താ വെറും ഉപ്പുമാവ് മാത്രം കൊടുത്താൽ എന്താ കാര്യം, കുറച്ച് മുട്ടയോ എന്തെങ്കിലും കൊടുക്കൂ, പ്രോട്ടീൻ കൊടുക്കൂ, ഇങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, അമ്മയ്ക്ക് ചില അസുഖങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മയുടെ ഇപ്പോൾ ഉള്ള ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും എല്ലാ പ്രശ്നങ്ങളും, ബി പിയുടെ പ്രശ്നങ്ങളായാലും, ഇതൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അമ്മ പഞ്ചസാര വർഷങ്ങളായിട്ട് കഴിക്കാറേ ഇല്ല. അമ്മയ്ക്ക് ഷുഗർ വരുന്നതിന് മുന്നേ തൊട്ട് ഒരു മധുരമുള്ള സാധനം അമ്മ കഴിക്കില്ല, ഉപ്പ് കഴിക്കില്ല, എണ്ണയുള്ള ഒരൊറ്റ സാധനം കഴിക്കില്ല. അതായത് ഇതെല്ലാം അമ്മയുടെ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പം ഒരുപാട് ഭക്ഷണങ്ങൾ അമ്മയ്ക്ക് പറ്റത്തില്ല. ഞാനൊരു 8-ൽ 9-ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മത്തങ്ങയില്ലേ, മത്തങ്ങ, വെണ്ടയ്ക്ക, ഇതുപോലെയുള്ള പച്ചക്കറികൾ അരിയാനെടുക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് മേല് വിറച്ചിട്ട് നമുക്ക് ഈ ഗൂസ് ബംസ് വരത്തില്ലേ, അതായത് ഇങ്ങനെ രോമാഞ്ചമൊക്കെ വരുമ്പോൾ മേലിങ്ങനെ നിറച്ച് പൊങ്ങി വരില്ലേ, അതുപോലെ വന്ന് ചൊറിഞ്ഞ് തടിക്കും. എന്നിട്ട് തല കറങ്ങുക, ഛർദ്ദിക്കാൻ വരിക, ഒരുപാട് പച്ചക്കറി ഇങ്ങനെ തുടങ്ങി. ആദ്യം തുടങ്ങിയത് മത്തങ്ങയിൽ നിന്നൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു, അമ്മയ്ക്ക് തോന്നുന്ന അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കൂടിക്കൂടി വന്നു. ഒരുപാട് മീനുകൾ പറ്റില്ല, അമ്മയ്ക്ക് മുട്ട പറ്റത്തില്ല. ഒരു തുള്ളി പാലൊഴിച്ച് കുറേ വെള്ളം ചേർത്ത് ചായ എടുക്കുകയുള്ളൂ. പാലുൽപ്പന്നങ്ങൾ വേറൊന്നും പറ്റില്ല. അമ്മ തൈര് കൂട്ടത്തില്ല, ഒത്തിരി പച്ചക്കറികൾ പറ്റത്തില്ല, ഒരിറച്ചിയും പറ്റത്തില്ല. ഒന്ന്, അലർജി. 2, ഇത് കഴിച്ചാൽ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടി. അമ്മ ഭയങ്കരമായിട്ട് അമ്മയുടെ ശരീരത്തെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു സാധനം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കഴിച്ചു പോകും അല്ലേ. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു അലർജിയോ അല്ലെ കഴിച്ചാൽ അലർജി ഉണ്ടാകാമെന്നൊരു ചിന്ത ഉണ്ടായാൽ തന്നെ പിന്നീട് ഈ വക സാധനങ്ങളൊന്നും അമ്മ ഒരിക്കൽ പോലും കഴിക്കില്ല. അപ്പം പല സാധനങ്ങളും അമ്മ കഴിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മ ഇന്നുവരെ ഒരു മധുരപലഹാരങ്ങളും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ളൊരാളാണ്. അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് മരുന്നിന് മുന്നേ വയറ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനായിട്ടുള്ളൂ. ഒന്നമ്മ ഒരു തരത്തിലമ്മ കഴിക്കൂല, 2, അമ്മയ്ക്ക് കഴിക്കാൻ പറ്റൂല. പറ്റിയാൽ തന്നെ ഒരിക്കൽ അനുഭവം ഉണ്ടായത് കാരണം അമ്മ ജീവിതത്തിൽ കൊന്നാലും അമ്മ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് കഴിക്കൂല. അന്നൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആശുപത്രി കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. സാഹചര്യം വന്നപ്പം
ഏറ്റവും നല്ല ആശുപത്രികളിൽ കൊണ്ടുപോയി പല ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തി. എല്ലാ ഡോക്ടർമാരും സമ്മതിക്കുന്നുണ്ട് എന്തോ ഒരു അലർജിയോ പ്രശ്നമോ ഉണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. പിന്നെ കുറച്ച് പേർക്ക് പിന്നെ ഇത് സൈക്കോളജിക്കലി ഉള്ളൊരു പ്രശ്നമാണോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ അമ്മയ്ക്ക് അലർജി എന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കില്ല. സിട്രസ് ഗ്രൂപ്പിൽ പെട്ട ഒന്നും, അതായത് നാരങ്ങ, ഓറഞ്ച്, ആ വകപ്പെട്ട ഒരു ഫ്രൂട്ട്സും അമ്മ കഴിക്കത്തില്ല. ഫ്രൂട്ട്സേ കഴിക്കത്തില്ല. അമ്മയ്ക്ക് അലർജിയാണ്. ഒരു വല്ലാത്തൊരു തരം ജീവിതം എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ്. ആ അമ്മയ്ക്ക് ഞാൻ ഈ പറയുന്ന പോലെ എനിക്കപ്പോൾ ഓരോ കമൻറ്റിനും പോയി മറുപടി കൊടുക്കാൻ വയ്യ. അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ ലോകത്ത് ലഭ്യമായിട്ടുള്ളതിൽ 90% സാധനങ്ങൾ അമ്മയ്ക്ക് അലർജിയാണ്. പിന്നെ മരുന്നുകൾ, ഒരുപാട് മരുന്ന് അമ്മയ്ക്ക് അലർജിയാണ്. ഒരുപാട് മരുന്ന് ഐറ്റംസ് ഉണ്ട്, അതൊന്നും അമ്മയ്ക്ക് പറ്റില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ പോലും ഇപ്പോൾ അമ്മയ്ക്ക് 5 ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ 5 ഇഞ്ചക്ഷനും ടെസ്റ്റ് ഡോസ് കൊടുത്ത് നോക്കിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യേക ഇതുപോലൊരാളെ വേറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കും കുറേ അസുഖങ്ങളുണ്ടായിരുന്നു. പ്രായമായപ്പോഴത്തേക്കൊക്കെ ഉണ്ടായിരുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. തൈറോയിഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അമ്മയ്ക്കും ഉണ്ട്. എനിക്കിനി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്നും ഭക്ഷണത്തിലൂടെ ഉണ്ടാവുന്നതല്ല. അമ്മയ്ക്ക് അല്ലാണ്ട് തന്നെ അമ്മയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ പ്രോട്ടീൻ്റെ അളവ് അമ്മയുടെ ബോഡിയിൽ കൂടുതലാണ്. അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ പോലെയുള്ള സാധനങ്ങളും പറ്റത്തില്ല. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇതൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും ഒന്ന്, ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം എനിക്ക് അലർജി ആണെങ്കിൽ, ഉദാഹരണത്തിന് മറ്റേ നമ്മുടെ പോർക്കില്ലേ, പന്നിയിറച്ചി, എനിക്ക് അലർജി. എൻ്റെ ശരീരം ഫുള്ള് ചൊറിഞ്ഞു തടിക്കും. ഇതെന്ത് ചെയ്തു, ചൊറിഞ്ഞു തടിക്കും, ഒരു ആശുപത്രി കൊണ്ടുപോകും. ഇത് അറിഞ്ഞിട്ടും എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. എങ്കിൽ പോലും ഞാൻ 3-4 തവണ ഇത് കഴിച്ച 3-4 തവണയും ആശുപത്രിയിൽ പോയി. പിന്നെ കഴിക്കുമ്പോൾ എനിക്ക് അലർജി ഇല്ല, ഒരു പ്രശ്നവുമില്ല. അത് ശരീരം അതുമായിട്ട് അഡ്ജസ്റ്റ് ആയതാവാം, അല്ലെങ്കിൽ ശരീരം അത് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ടാവാം. പിന്നീട് എനിക്ക് അതിൻ്റെ അലർജി വന്നിട്ടില്ല. അങ്ങനെ റിസ്ക് എടുക്കാൻ നമുക്കൊരു ധൈര്യമുണ്ട്. അമ്മ അടുപ്പിക്കൂല ഒരു സാധനം അലർജിയാന്ന് കണ്ട. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ സ്നേഹം കൊണ്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങളിത് അറിയാണ്ടല്ലേ പറയുന്നത്. അമ്മയ്ക്ക് ഇത്ര അലർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്തത്. ചുമയോ പനിയോ വല്ലതും അടുത്തൂടെ പോയാൽ മതി. പിന്നെ അമ്മ കുളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഒരിക്കൽ തലമുടി ഫുള്ള് പൊഴിയാൻ തുടങ്ങി. അമ്മയ്ക്ക് നല്ല മുടിയായിരുന്നു. ഇത്രയും വട്ടത്തിൽ മുടി അങ്ങ് പോയി, പിഴുതു വെട്ട് ഇത്രയുടെ വട്ടമായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് പല ഡോക്ടർമാർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഈ നമ്മുടെ ആറ്റിലെ വെള്ളം, അങ്ങനെയുള്ള വെള്ളമൊന്നും പറ്റില്ല. അമ്മ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണോ അത് ഇപ്പം ഇന്ന് രാത്രി അത് തിളപ്പിച്ചിട്ട് പിറ്റേന്ന് അത് ആറിക്കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. അമ്മ എവിടെയെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കത്തില്ല, അമ്മ എന്താ മലേഷ്യയെ കൊണ്ടുപോകാത്തത്, അമ്മ എന്താ പുറത്തോട്ട് കൊണ്ടുപോകാത്തത്. അമ്മയെ കൊണ്ട് പോകാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഭക്ഷണവും പറ്റില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ. ഇത്രയും സാധനം അലർജിയാന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊരിടത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു നേരമെങ്കിലും മറ്റൊരു ഫുഡ് കഴിക്കേണ്ടി വരും. നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ദൂരത്ത് മാത്രമേ അമ്മയും കൊണ്ട് പോകാറുള്ളൂ. അല്ലേ അതുപോലെ സെലക്റ്റീവായിട്ട്, അല്ലേ അമ്മ വെറും പച്ചച്ചോറ് ശകലം ചോറും കൊണ്ടിരുന്ന് ചൂടുവെള്ളം കൊണ്ടിരിക്കും നമ്മൾ കാണേണ്ടി വരും. പിന്നെ കുളിക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമായിപ്പോൾ. കാരണം തലേന്ന് ചൂടാക്കി വെക്കുന്ന ഈ കുടിക്കുന്ന വെള്ളമില്ലേ, അത് തണുത്തെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ആ വെള്ളത്തിൽ മാത്രമേ അമ്മ തല കഴുകത്തുള്ളൂ, കുളിക്കത്തുള്ളൂ. കുറേയൊക്കെ അമ്മയുടെ ഒരു വിശ്വാസം, ഒരു പേടിയൊക്കെ ആയിരിക്കാം. കുറേയൊക്കെ മെഡിക്കൽ ഫാക്ടറുകളും ഉണ്ട്. എന്താണ് എന്ന് ഇനിയും മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കാര്യം. അല്ലാണ്ട് നമ്മൾ മടിയുണ്ടായിട്ടോ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടോ, കാരണം എനിക്ക് എവിടെയൊക്കെയോ എനിക്കത് ചില ആളുകൾ പറയുന്നത് എന്തുകൊണ്ട് നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെയല്ല കാര്യം. ഞാനും ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒന്നത്. 2, പിന്നെ എനിക്ക് പേഴ്സണലി അല്ലാണ്ടൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പട്ടികളെ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞത്. അതായത് പട്ടികളെ എല്ലാം ഒഴിവാക്കിയിട്ട് പോത്തും കോഴിയും മാത്രം പോരെ. ഇപ്പോൾ ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നത്, ഈ നാടൻ പട്ടിയും തെരുവിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പട്ടി, ഇങ്ങനെയുള്ള പട്ടികളില്ലേ, അവരെല്ലാം ഒഴിവാക്കിയാൽ, കാരണം ആദായം ഇല്ലാത്തതല്ലേ, അവരിൽ നിന്ന് വരുമാനം ഇല്ലാത്തതല്ലേ, അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ആദായമുള്ളത് മാത്രം വളർത്തിയാൽ പണി കുറയത്തില്ലേന്ന് ചോദിച്ചു. ഒന്നത്. 2, വീടിനുള്ളിൽ നിന്ന് പട്ടിയെ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. ഈ വീടിനുള്ളിൽ നിന്ന് പട്ടിയെ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവും. കാരണം അലർജി അമ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ആയിരിക്കാം. അതുകൊണ്ട് പരമാവധി ഞാൻ എൻ്റെ പട്ടികളെ കുളിപ്പിച്ച് അവരുടെ രോമം എല്ലാം വാക്യൂം ചെയ്ത്, വാക്യൂം ക്ലീനർ വെച്ചാണെങ്കിലും പിടിച്ച് എല്ലാം തുടച്ചും വൃത്തിയാക്കി ഇടുന്നുണ്ട്. അലർജി അമ്മയ്ക്ക് ആസ്മയുടെ ഇഷ്യൂ, ശ്വാസമുട്ടൽ വന്നപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഈ രോമത്തിനോട് അലർജി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പോകുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും നമ്മുടെ വീഡിയോസ്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. എന്തെങ്കിലും ഉണ്ട് അവർ പറയത്തില്ലേ, പട്ടിയുടെ അലർജി ഉണ്ട്, അങ്ങനെ അലർജി ഉണ്ട്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആദ്യകാലം തൊട്ട് എന്നെ അറിയുന്നവർക്കറിയാം, അവരെ ഞാൻ എൻ്റെ കുടുംബത്തിലെ
എൻ്റെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ്. എന്തായാലും അമ്മയ്ക്കൊരു അവസ്ഥ വന്നാൽ നമ്മൾ പട്ടികളെ മാറ്റത്തില്ലെന്നല്ല പറഞ്ഞ്. നിലവിൽ അതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് ഒരു ഡോക്ടർമാരും പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ചോദിച്ചിട്ടുമുണ്ട്, വീടിനുള്ളിൽ പട്ടിയുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമുണ്ടോ ഇല്ല എന്ന് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഒരു സാഹചര്യത്തിൽ പട്ടികളെ പെരയ്ക്കകത്തുനിന്ന് മുറ്റത്ത് കിടത്തേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും, അതായത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും നിൽക്കുന്ന ദിവസം പട്ടികളെ ഉള്ളിലിടാറില്ല, നമ്മൾ പുറത്ത് കൂട്ടിലാക്കാറുള്ളത്. അതിനുവേണ്ടി സെപ്പറേറ്റ് കൂട് ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ അകത്തുള്ള പട്ടികളെ ആക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഞാൻ പോയി അവരുടെ കൂടെ ഇരിക്കും. അവരവിടെ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരത്തില്ല. ഒന്നീ കുറേ നേരം ഞാൻ അതുങ്ങളെ കെട്ടിപ്പിടിച്ച് കാര്യം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. എൻ്റെ ജാനുവിനെയൊക്കെ മുറ്റത്തിടേണ്ട അവസ്ഥ വരുമ്പോൾ ഞാൻ പട്ടി മോങ്ങാറില്ല, പക്ഷെ പട്ടി മോങ്ങുന്ന പോലെ ഞാനിരുന്ന് മോങ്ങാറുണ്ട് അവർ പുറത്ത് പോയി നിൽക്കുന്നതിന്, അല്ലെ അവരെ മുറ്റത്തിടേണ്ടി വന്നില്ല. കാരണം എൻ്റെ കൂടെ കിടന്ന് വളർന്നവരല്ലേ, ചില സാഹചര്യം കൊണ്ട് എനിക്ക് മാറ്റേണ്ടതായിട്ട് വരുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. എന്നാൽ പോലും അമ്മയുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റും. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എൻ്റെ ഈ ഞാൻ കൊണ്ടുവന്ന നമ്മുടെ പറമ്പ് നിറയെ പട്ടികളാണെന്നറിയാമല്ലോ, അവരിനെ ഒഴിവാക്കിക്കൂടെ എന്ന് വളരെ മോശമായ ചില കമൻറ്റ്. അതുമാത്രമല്ല മോശം, അതിൽ നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ 10-40 പട്ടികളെ കൊണ്ട് നമ്മളെങ്ങനെ റോഡിൽ അഴിച്ചു വിടുവാണോ അതോ കാട്ടിക്കൊണ്ട് കളയുവാണോ, എവിടെ കൊണ്ട് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഏത് അർത്ഥത്തിൽ ഒഴിവാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതോ ഇനി ഇവരെയൊക്കെ നമ്മളിങ്ങനെ വിഷം വെച്ച് കൊന്നു കളയണോ, അതോ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കണോ, എങ്ങനെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ഇവർക്ക് ഭക്ഷണവും വെക്കും, ഞാൻ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യും. എനിക്ക് അതിൽ നിന്ന് എനിക്ക് ഒരു വരുമാനവും വേണ്ട. ഞാനൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അവരെ കൊണ്ട് നിർത്തിയിരുന്നത്. അതൊരു എവിടെയെങ്കിലും പോകുമ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ അതുങ്ങളെ ആര് നോക്കും. മനുഷ്യർക്ക് എന്തെങ്കിലും പറയാം, അതിൽ കൂടുതൽ പേരും കൂട്ടിക്കിടക്കുന്നവരാണ്. നമ്മൾ കൊണ്ട് കൊടുത്താലേ അവർക്ക് ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് പട്ടികളെ, അതായത് പ്രത്യേകിച്ച് നമ്മളെ പറമ്പിൽ കിടക്കുന്ന പട്ടികളെ ഒഴിവാക്കിക്കൂടെ, ആദായമില്ലാത്തതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ദയവ് ചെയ്ത് വേണ്ട. ഞാൻ അങ്ങനെ ഒരാളല്ല. എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുമായിരിക്കും ഇതെന്താ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം വന്നിരുന്നു, നെഗറ്റീവ് കമൻറ്റ് മാത്രം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരിക്കലും അത് മാത്രമല്ല പറയുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളെ അറിയാവുന്നവർ പറയാതിരിക്കുക. പെട്ടെന്നൊരു ദിവസം വന്ന് വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ട് പോകുന്നവർ പൊക്കോട്ടെ. അതല്ലാണ്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാലോ ഞാൻ എത്രത്തോളം ഇമോഷണലി അവരുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ എനിക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇനിയും പറമ്പിലും പറ്റില്ല അമ്മയ്ക്ക് എന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എൻ്റെ പട്ടികളുമായിട്ട് മാറുക, എന്നിട്ട് അമ്മയും വന്നിവിടെ നോക്കുക, അവിടെ പോയി പട്ടികളെ നോക്കുക എന്നൊരു ഓപ്ഷനേ എൻ്റെ മുന്നിലുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. എന്നാൽ പോലും ഞാൻ ആരെ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് ആരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് എല്ലാവരെയും വേണം. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് വേണം. എനിക്ക് ആരെയും വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പറ്റില്ല. അതിപ്പം മിണ്ടാപ്രാണികളായാലും മിണ്ടുന്ന പ്രാണികളായാലും ആരായാലും. അപ്പോൾ അത് മറ്റൊരു കാറ്റഗറി. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, അകത്തെ പെറ്റ്സ് ഒരു പ്രശ്നമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് ഞാൻ അവരെ തീർച്ചയായിട്ടും ഞാൻ അവരെ മാറ്റും. കാരണം അമ്മ എൻ്റെ പട്ടികൾ മനസ്സിലാവുമല്ലോ. ഞാൻ എല്ലാവരുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ്. പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ അവരെ മാറ്റേണ്ടി വന്നാൽ ഞാൻ മാറ്റും. പട്ടി ഞാനും ചിലപ്പോൾ പുറത്താവും. അതെന്തു ആയാലും ചെയ്യേണ്ട കാര്യം വന്നാൽ ചെയ്യും. കയ്യിരുന്നങ്ങ് വിങ്ങും. പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമേ പറയാം. അതല്ലാണ്ട് നാത്തൂൻ്റെ കാര്യം, അത് ഒരു കുറച്ച് മോശമായിട്ടൊരു 1-2 വന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, മണിയമ്മ നമ്മുടെ എല്ലാ വീഡിയോയും കാണും. അമ്മൂന് പരീക്ഷയും കാര്യമായത് കാരണം അവൾക്ക് ചിലപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മണിയമ്മ എല്ലാ വീഡിയോയും കാണും, എല്ലാ കമൻറ്റും വായിക്കും. മണിയമ്മ എൻ്റെ മോളല്ലേ, എൻ്റെ നാത്തൂനല്ലേ, അവളെപ്പറ്റി നിങ്ങളിങ്ങനെ മോശമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അത് അമ്മയ്ക്ക് എത്രത്തോളം വിഷമാവും. സുലുവമ്മയെ പോലെ, അല്ലെ സുലുവമ്മയെക്കാട്ടി മുന്നേ തീരെ വയ്യാണ്ടായൊരു വ്യക്തിയാണ് മണിയമ്മ. അമ്മൂൻ്റെ ക്ലാസ് അവിടെയാണ്. അതായത് എൻ്റെ നാത്തൂൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ ഫൈനൽ സെമസ്റ്റർ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ പ്രൊജക്റ്റും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ മലപ്പുറത്തെ കോളേജിൽ പഠിക്കുന്ന ആ കൊച്ച് അമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിന്ന ഈ വീഡിയോ അതിന് മുന്നേ അമ്മയ്ക്ക് വയ്യാത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത്, പ്രത്യേകിച്ച് ഞാൻ ആ ജോലിയൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ഇല്ലേ, അതിനാണ് വന്നിരിക്കുന്ന ഇത്രയും കമൻറ്റുകൾ. കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അമ്മയെ പറ്റി പറയുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. 1-2 മാത്രം ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ എല്ലാവരും ആ കമൻറ്റിൽ പറഞ്ഞു പറഞ്ഞാൽ അമ്മൂനൊന്നും അറിയണ്ടല്ലോ, കൊച്ചിൻ്റെ കാര്യം നോക്കണ്ട, സുലോമയുടെ കാര്യം നോക്കണ്ട, അവൾക്ക് അവിടെ വീട്ടിൽ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അവൾ അവളുടെ വീട്ടിൽ നിൽക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയെ നോക്കുന്നു, അവൾ അവളുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവളുടെ അമ്മയെ നോക്കുന്നു. അവളുടെ പരീക്ഷയൊക്കെ മാറി കഴിയുമ്പോൾ ഒന്നീ അവളും അമ്മയും കൂടി ഇവിടെ വന്ന് നിൽക്കും. അത് അന്നേരത്തെ സാഹചര്യം പോലെ. അവൾ അടുത്ത് എന്താ പഠിക്കാൻ പോകുന്നത്, അല്ലെ മണിയമ്മയുടെ ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് നടക്കുന്നത്, അത്രേ ഉള്ളൂ. അതിലെനിക്ക് ഇപ്പം എൻ്റെ അമ്മയമ്മയ്ക്ക്, അതായത് എൻ്റെ നിർമ്മലാമ്മയ്ക്ക് ഇപ്പോൾ ഒരാവശ്യം വന്നാൽ ഞാൻ അവിടെ പോയി നിൽക്കും.
ഇപ്പോൾ ആവശ്യം സുലോമയ്ക്കാണ്. ഫാം, എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ് തീരുമാനമായതാണ്. കല്യാണത്തിന് മുന്നേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവം സഹായിച്ച് ഇപ്പോൾ നിർമ്മലാമ്മയ്ക്കോ അച്ചാച്ചനോ ഒന്നും അവരവരുടെ കാര്യം നോക്കാനുള്ള ഒരു ആരോഗ്യ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെയാണ്, അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഒന്നീ ഞാൻ അങ്ങോട്ട് പോവുക, അല്ലെ അവരെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കുള്ളത്. അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന സമയത്ത് ആ കൊച്ചു പാവം അത് എക്സാം ഹോളിൽ ഇരുന്ന് എക്സാം എഴുതുക അമ്മു. അപ്പോൾ ഓർത്തോണം, അവൾ മനസ്സിൽ പോലും അറിഞ്ഞിട്ടോ മനസ്സിൽ പോലും ഒന്നും വരത്തില്ല. കാരണം കിടുവിൻ്റെ പിറന്നാളും കാര്യമെല്ലാമായിട്ടായി ഇവിടെ ഉള്ള സമയത്ത് ആശുപത്രിയിൽ പോയി നിൽക്കുന്ന അവളാണ്. എനിക്ക് പോയി നിൽക്കാൻ പറ്റാത്തപ്പോൾ അമ്മയുടെ അടുത്ത് ആശുപത്രിയിലും പോയി നിന്ന് എല്ലാം കഴിഞ്ഞ് പരീക്ഷയുടെ തലേന്നാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. അവൾ അവളുടെ അമ്മേനെ നോക്കി അവിടെ നിന്നോട്ടെ, അവൾ പഠിക്കട്ടെ. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും അതിൽ യാതൊരു പരാതിയില്ല. ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടുകാരെയും എൻ്റെ പട്ടികളെ, എൻ്റെ കോഴികളെ എല്ലാവരെയും നോക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്. ഞങ്ങൾക്കിതൊരു അല്ലെ ഭാര്യ വീടെന്നോ അല്ലെ അത് ഭർത്താവിൻ്റെ വീടെന്നോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഈ ഫാമും കോഴിയും പൊക്കി പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇവിടെ നിൽക്കാനുള്ള തീരുമാനമായത്. ഞങ്ങൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ സീറത്തോട് തന്നെയാണ്. അപ്പോൾ നാളെ ഒരിക്കൽ പരീക്ഷയും കാര്യമൊക്കെ കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അവളും മണിയമ്മയും കൂടി ഇങ്ങോട്ട് പോരും. അല്ലെങ്കിൽ മണിയമ്മയുടെ വീടല്ലേ അത്, അവരവിടെ നിന്നോട്ടെ. അവർക്കും പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നമ്മളെ അറിയുന്നവർക്കും പ്രശ്നമില്ല. ഈ അറിയാത്ത കുറച്ച് പേര് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് ചിലപ്പോൾ അങ്ങ് വിട്ടങ്ങ് പോകും. പക്ഷേ അത് എന്താ വെച്ചാൽ നമ്മളത് മിണ്ടാണ്ടിരിക്കുമ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും മണിയമ്മയ്ക്കോ അമ്മൂനോ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അത് ഒഴിവാക്കാവുന്ന കാര്യമല്ലേ. ഇതിപ്പം എന്താ പറയുക, ഞാനും വെറുതെ ഇരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. ഒരു പണിയും ചെയ്യാണ്ട് ഞാനിവിടെ കുത്തിപ്പിടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് വയ്യാതിരുന്ന സമയമുണ്ട്, അല്ലാത്തപ്പോഴൊന്നും ഞാനൊന്നും ചെയ്യാണ്ടിരുന്ന സമയമുണ്ട്. ആ സമയത്ത് ഇവിടെ ഉള്ളപ്പോൾ അവൾ പണി ഇഷ്ടം പോലെ എടുത്ത സമയമുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ അന്ന് കുറേ പേര് കമൻറ്റ് ഇട്ട് കാണും, അങ്ങനെ അല്ലെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് എല്ലാവരുടെ പുറകെ ഞാൻ പോയി നിന്ന് അവർ ജോലി ചെയ്യുന്ന അതും ഇതും കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം എൻ്റെ കാര്യം മുടങ്ങും. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരാരും ഒന്നും ചെയ്യത്തില്ല എന്നല്ല. അവരവരുടേതായ കാര്യങ്ങൾ, അവരുടെ ജോലികൾ, ഇവിടുത്തെ ജോലികൾ എല്ലാം തിരിച്ചു മറിച്ചും ചെയ്യുന്നുണ്ട്. അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല, അല്ലെ അത് വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ തോന്നുന്ന പോലെ ചിന്തിച്ച് കൂട്ടുക എന്നുള്ളതല്ല. അമ്മ ഇവിടെ വന്ന് സുലോമ ആശുപത്രി കിടക്കുന്ന ഒരു സീനും നമ്മൾ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടില്ല. അമ്മ ദയനീയമായി നിൽക്കുന്നിടത്ത് വീഴുന്നതിൻ്റെ അങ്ങനെ ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാവുന്ന കണ്ടൻറ്റുകളുണ്ട്. പക്ഷെ നമ്മളതൊന്നും എടുത്തിട്ട് ഇട്ടിട്ടില്ല. അമ്മു പോയി സുലോമയെ നോക്കി നിന്ന സമയമുണ്ട്. നമ്മൾ സുലോമയുടെ ആശുപത്രി കാര്യങ്ങൾ കാണിക്കേണ്ടെന്ന് കരുതിയതുകൊണ്ട് ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അമ്മു അമ്മയെ നോക്കുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, എന്തു വേണ്ടി വിഷമം അവർക്കുണ്ടാവും കൊച്ചിനെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ. അപ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഞങ്ങളെ കൂടെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് സഹിച്ച് നിൽക്കുന്നത്. കുഞ്ഞിനെ ഇവിടെ ചേർത്തത്, ഇവിടെ പഠിപ്പിക്കുന്നത്. നാളെ ഒരിക്കൽ എന്തായാലും അവർ തിരിച്ചു വരും. അമ്മും പിന്നെ മണിയമ്മയും വരും. പിന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലേ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെ ഞങ്ങളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. എന്തിനാ ഈ ഇത്രയും ഇങ്ങനെ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കിടുവിൻ്റെ കാര്യം ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഇട്ടതിന് അബദ്ധമായിപ്പോയോ എന്നുള്ളൊരു ചിന്ത. കാരണം ഞാനും കിടു എങ്ങനെയാണ്, നമ്മളെ സ്നേഹിക്കുന്നവർക്കതൊരു സന്തോഷമായിക്കോട്ടെ, ഞങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു എന്നും വെച്ച് അതിൻ്റെ അർത്ഥം അമ്മു കൊച്ചിനെ നോക്കുന്നില്ലെന്നോ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഞാനുള്ളപ്പോൾ ഞാൻ നോക്കുന്നു, അമ്മു വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം അവളല്ലേ നോക്കുന്നേ, അല്ലേ ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. അവരുടെ അമ്മയും മോനും അല്ലേ, എന്തൊക്കെ വന്നാലും അതല്ലേ റിയാലിറ്റി. അവരമ്മയും മോനും, ഞങ്ങൾ അപ്പച്ചിയും കുഞ്ഞും, ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോൾ ഇനി ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു കമ്പാരിസൺ വേണ്ട. ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നും സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരും അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാനിത് പറയുന്നതിലൂടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും അത് ഇടാതിരുന്നാൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ മതി. സ്നേഹിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ചിലർക്ക് തോന്നാം എന്തിനാ ഇതൊക്കെ പറഞ്ഞ് സമയം കളയുന്നത്. ചില കാര്യം നമുക്ക് ഓരോരോ കമൻറ്റിന് മറുപടി കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മളെ മനസ്സിലതിങ്ങനെ അയ്യോ പറയണ്ടായിരുന്നോ. ഞാൻ മൗനം പാലിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ശരിയാണെന്ന് വരും. അതല്ലേ, അങ്ങനെയല്ലേ മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ. ഞാൻ മിണ്ടാതിരുന്നാൽ ചില കാര്യങ്ങളെങ്കിലും പലരും വിശ്വസിച്ച് പോകും അത് അങ്ങനെ തന്നെ, ആ കമൻറ്റിൽ കാണുന്നതാണ് റിയാലിറ്റി എന്ന്. പക്ഷേ അത് അങ്ങനെയല്ല കാര്യം. പിന്നെ കുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് എൻ്റെ ആരോഗ്യാവസ്ഥ, എന്തായി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്നൊക്കെ. അപ്പോൾ ഈ 10-ാം തീയതി എനിക്ക് ലാപ്രോസ്കോപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഫിംബ്രിയേസ് എന്നും പറഞ്ഞ് ഫെലോപ്പിയൻ ട്യൂബിലുള്ള, അതായത് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെലോപ്പിയൻ ട്യൂബിൽ
കുറച്ച് ഫിംബ്രിയെ പോലെയുള്ള ഗ്രോത്തുകളുണ്ട്. അതുകൊണ്ടൊന്ന് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ഈ 10-ാം തീയതി സബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡേറ്റ് ഇപ്പോൾ ഇത്രയായി, ഇന്ന് 8-ാം തീയതി ആവുന്നു. അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും 8-ാം തീയതി ആയിരിക്കും. അപ്പോൾ നിലവിൽ എനിക്ക് അമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യമുള്ളപ്പോൾ ആര് വേണമെങ്കിലും നോക്കിക്കോട്ടെ, പക്ഷേ ആരോഗ്യമില്ലാത്തപ്പോൾ, കാരണം അത് അനസ്തേഷ്യയൊക്കെ തന്ന് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. 24 ഹവേഴ്സെങ്കിലും ആശുപത്രി നിൽക്കേണ്ട, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടി വരും മിനിമം. തിരിച്ചു വരുന്ന ഉടനെ എന്താണ് നമ്മുടെ ആരോഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അമ്മയുടെ ആരോഗ്യം ഒന്ന് ഇച്ചിരി കൂടെ മെച്ചപ്പെടുന്നവരെ ഒന്ന് മുന്നോട്ടേക്ക് മാറ്റി വയ്ക്കാനാണ് തീരുമാനം. അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന്, അതായത് ഡോക്ടേഴ്സിനെ കാര്യം അറിയിച്ചിട്ട് ഒന്ന് പോയി വരും. അപ്പോൾ 10-ാം തീയതി ലാപ്രോസ്കോപ്പി തൽക്കാലം നടക്കില്ല. ഹിസ്റ്റെറോ ലാപ്രോസ്കോപ്പി എന്നാണ് പറഞ്ഞത്, അത് നടക്കില്ല. അതാണ് തൽക്കാലത്തേക്ക്. പിന്നെ എന്നോട് ചിലരൊക്കെ ചോദിച്ചു മടുത്തോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. അതായത് റിയാലിറ്റി അതാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരിക, സങ്കടം വരിക, ദേഷ്യം വരിക, അറിയത്തില്ല, ഒരു വല്ലാത്തൊരു അതായത് എനിക്ക് 1 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഉറങ്ങാൻ വന്നപ്പോൾ ഉറക്കം വന്നില്ല. അപ്പോഴേ വിചാരിച്ചു എന്നാൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോയിലൂടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കുറച്ച് ആരോടൊക്കെയോ സംസാരിക്കുന്ന ഒരു സന്തോഷം. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കുറച്ച് കമൻറ്റ് നിങ്ങളിടാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ കുറേ സന്തോഷം. എത്ര പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, എത്ര പേരുടെ അനുഗ്രഹവും സ്നേഹവുമാണ്. അതൊരു വലിയൊരു സന്തോഷം. അതുപോലെ പിന്നെ ജാനുവിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ജാനുവിന് പറ്റിയതെന്ന് പറഞ്ഞാൽ, ജാനുവിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ അവൾ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല, ഇൻഫെക്ഷൻ വന്ന കാര്യം അറിഞ്ഞില്ല. അങ്ങനെ അവൾക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. കിഡ്നിയിൽ വലിയ പ്രശ്നമാണത്. കിഡ്നി വലിയൊരു ശതമാനം വർക്ക് ചെയ്യുന്നില്ല. ക്രിയാറ്റിനിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഡൗട്ട് വന്നിട്ട് ഫോസ്ഫറസ് ഉണ്ടോ എന്ന് നോക്കി. ഫോസ്ഫറസിൻ്റെ അളവും കൂടുതലാണ്. ഇപ്പോൾ ഫ്ലൂയിഡൊക്കെ കൊടുത്ത് ഡെയിലി നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും പണിയെല്ലാം ഒതുക്കിയിട്ട് വേണം ഇവളെയും കൊണ്ട് പോകണം. ഇവളെ ട്രിപ്പ് ഇടിപ്പിച്ച് ഫ്ലൂയിഡൊക്കെ കൊടുത്ത് 3-4 ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ ഒരു പരിപാടി കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അവളെ അവിടെ ബോർഡിങ്ങിലാക്കി അവളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവൾക്ക് ഭയങ്കര അറ്റാച്ച്ഡാണ്. അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തൊക്കെ നടന്നാൽ പോലും ഇവളിങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കും. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അവിടെ വന്നിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യൂല, പെറ്റ്സ് അല്ലേ, ഇങ്ങനെ വിട്ടാൽ പോലും. ഇത് അവളുടെ ലോകം എന്ന് പറയുന്നത് അതാണ്. അപ്പം അവിടെ നിർത്താനൊരു ടെൻഷൻ, ഒന്നും കഴിക്കത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ വയനാട്ടിൽ പോകുമ്പോൾ പോലും ഇവൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്, ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് നിർത്തിയില്ല. അത്ര പറ്റാണ്ടാവുകയാണെങ്കിൽ നിർത്തേണ്ടി വന്നാലോ. അപ്പോൾ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് ഇവൾ ഫുഡും കഴിക്കുന്നില്ല, ദേഹത്ത് തൊടുമ്പോൾ ഒക്കെ കരയുന്നു. അപ്പം ഇഞ്ചക്ഷൻ്റെ വേദനയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. 3-4 ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ലേ. ഞാനോർത്ത് തീർന്നു, ഞാൻ തകർന്നെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അവളില്ലാത്തൊരു ലോകത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവൾ ഫുഡ് എടുക്കാണ്ടായപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് രാത്രിയായപ്പോൾ വയ്യ, എനിക്ക് സഹിക്കാനും ഒന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ വെള്ളം കുടിച്ചു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇച്ചിരി ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തു. കാരണം ഫുഡിൻ്റെ കൂടെ അല്ലാണ്ട് മരുന്നും കൂടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ജാനുവിൻ്റെ അവസ്ഥ അതാണ്. ഇൻഫെക്ഷൻ ഉള്ളിലുണ്ടായിരുന്നു നല്ലോണം. അപ്പം ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലായി. അപ്പോൾ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളൊന്നും ഇത്രയും നാളുകൾ കാണിച്ചില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവൾ ചുമയ്ക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. വല്ല ഒച്ചത്തിൽ വലിയ പ്രായമുള്ളവർ ചുമയ്ക്കുന്ന പോലെ ചുമച്ചു. അപ്പോൾ ചുമച്ചപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ ചുമ വെച്ചിട്ടാണ് ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെ അറിയുന്നത്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ കിടന്ന് പഴകിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല ഇൻഫെക്ഷൻ ഉള്ളതിൻ്റെയോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമോ, മാറിക്കിടക്കുമോ, അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പോൾ ഓർക്കുന്നത് ഇനി പാത്തൂനെയൊക്കെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവരൊക്കെ ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ടപ്പം പലരും പറഞ്ഞു ഇവർക്ക് പെറ്റ് ഫുഡ് കൊടുക്കാണ്ട് വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും അല്ല, പെറ്റ് ഫുഡേ കൊടുക്കാവൂ, പക്ഷേ ഇപ്പോൾ ഉള്ള കാരണം അതുകൊണ്ടല്ല, ഇൻഫെക്ഷൻ വന്ന് പഴകിപ്പോയതിൻ്റെയാണ് എന്നാണ് പറഞ്ഞത്. അതിനി അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഏതായാലും കുറവുണ്ട്. പെട്ടെന്ന് മാറിയില്ലെങ്കിൽ പോലും അവളുടെ ബോഡി മരുന്നുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പെറ്റ്സിനൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ,
നമ്മുടെ അടുത്ത് ഒരു 3 നാടൻ പട്ടിക്കുഞ്ഞുങ്ങളെ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ അടുത്താണെങ്കിൽ പറ്റുന്ന ദൂരമാണെങ്കിൽ എത്തിച്ചു തരാം. ഇല്ലെങ്കിൽ വന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ല നല്ല സൗന്ദര്യമുള്ള നാടൻ പട്ടിക്കുഞ്ഞുങ്ങളാണ്. വാട്സപ്പ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി വേണ്ടവരുണ്ടെങ്കിൽ. കാരണം ഇനി കുഞ്ഞുങ്ങളെ കൂടെ എനിക്ക് നോക്കാനുള്ളൊരു ടൈം ഇല്ല. ഉള്ളവരെ നോക്കുക എന്നല്ലാണ്ട് കുഞ്ഞുങ്ങളെ കൂടി ഇനി വലുതാക്കി എടുക്കാനുള്ളൊരു മാനസിക ആരോഗ്യ അവസ്ഥയിലല്ല. ആരും കൊണ്ടുപോയില്ല, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നോക്കും, അങ്ങനെയല്ല. പക്ഷെ അവർക്ക് വീട് കിട്ടണമെങ്കിൽ നല്ല നല്ല വീട്ടിൽ ചെന്ന് കയറട്ടെ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തോടെ അതുങ്ങൾ ജീവിക്കട്ടെ എന്നുള്ളൊരാഗ്രഹമേ ഉള്ളൂ. പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും നമ്മളെ അന്വേഷിക്കുന്നവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ഇത്രയും പോസിറ്റീവ് കമൻറ്റുകളൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയെപ്പറ്റി സത്യം പറഞ്ഞാൽ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇനി ആൾക്കാർ എന്ത് പറയും, അമ്മേൻ്റെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. ശരിക്കും തമ്പനിയിൽ അമ്മയുടെ ഫോട്ടോ അല്ലേ, എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഒരു 5-6 കമൻറ്റ് വന്നപ്പോൾ എനിക്ക് എൻ്റെ ശ്വാസം നേരെയായി. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ഇമോഷണലി ലോ ആയിരിക്കുന്ന സമയത്ത് നമ്മളോർക്ക് സോഷ്യൽ മീഡിയ അല്ലേ, കമൻ്റ് അല്ലേ, ഇതൊക്കെ എന്ത് ബാധിക്കാൻ, ആരെന്ത് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് എവിടേക്കോ അത് കൊള്ളും, നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും. എനിക്ക് തോന്നുന്നു പ്രായമൊക്കെ കൂടി വരുന്നതിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെയൊക്കെ എല്ലാം ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ 4 തിരിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം പറയുന്നത് കേട്ടിട്ട് സ്വയം ഇരുന്ന് വിഷമിക്കുക, തിരിച്ച് പറയാനുള്ള ഒരു മൂഡില്ല, തിരിച്ച് പറയാൻ മൂഡില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ ഞാൻ 1-2 പേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ലതേ വരത്തുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊക്കെ നല്ലതേ വരത്തുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ. എൻ്റെ കൈ വേഗം കരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കണ്ടോ? ടാറ്റ.